ഫെബ്രുവരി 28 ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും തുടങ്ങി വെച്ച ആക്രമണങ്ങൾ ഇതാ 2 ദിവസം പിന്നിട്ടിട്ടും ശക്തമായി തുടരുകയാണ്. യുദ്ധം 100 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും എന്നൊരു ധാരണയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചെങ്കിൽ ഇപ്പോൾ ഇതെന്ന് അവസാനിപ്പിക്കുമെന്ന് പറയാൻ ഒരാളും ഇപ്പോൾ തയ്യാറാകാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇറാൻ പറയുന്നത് ആരാണോ യുദ്ധം തുടങ്ങിയത് അവർ അവസാനിപ്പിക്കട്ടെ, അതുവരെ ഞങ്ങൾ ആയുധവുമായി ഞങ്ങൾ പ്രതിരോധം തീർക്കുമെന്ന് പറയുമ്പോൾ ഇറാനുള്ളിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സാമാന്യമായി ഒന്നും അറിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു അമേരിക്കയും അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യകക്ഷികളുടെ മാധ്യമങ്ങളും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നത് 1 കോടിയോളം ഇന്ത്യക്കാർ മധ്യേഷ്യയിൽ ജോലി ചെയ്യുന്നു. കേരളത്തിൽ നിന്നാകട്ടെ ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ, ഏതാണ്ട് 30 ലക്ഷം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ വരുമാനം കണ്ടെത്താൻ മധ്യേഷ്യയിൽ ജോലി ചെയ്യുമ്പോൾ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ യുദ്ധം വല്ലാത്ത തരത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, യുദ്ധം തുടങ്ങിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രൂപയുടെ വിനിമയ മൂല്യം ഇതാ കൂടുതലായി ഇടിഞ്ഞു. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഇടിവ് ഏകദേശം 6.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കിയത്. നോക്കൂ, ഈ യുദ്ധം തുടർന്നാൽ ചരിത്രത്തിലാദ്യമായി ഇറാൻ പറയുന്നു ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ പൂർണ്ണമായി അടയ്ക്കുമെന്ന്. നമുക്കറിയാവുന്ന പോലെ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഗൾഫ് ഓഫ് പേർഷ്യയിൽ നിന്ന് കപ്പലുകൾ ഗൾഫ് ഓഫ് ഒമാനിലെത്തി അറേബ്യൻ കടലിലെത്തിയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ അതിൻ്റെ 20% വരുന്ന ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ 50% എത്തിക്കൊണ്ടിരുന്നത്. 165 കിലോമീറ്റർ നീളമുള്ള ഏതാണ്ട് 30 മുതൽ 50 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ അടയ്ക്കുമെന്ന് പറയുമ്പോൾ പകരം കപ്പലുകൾ ഓടിയെത്തണമെങ്കിൽ 6000 മുതൽ 10000 നോട്ടിക്കൽ മൈൽ അധികം യാത്ര ചെയ്യണം. ഏകദേശം 10 മുതൽ 15 ദിവസം അധികമായി ക്രൂഡ് ഓയിലുമായി കപ്പലുകൾ യാത്ര ചെയ്താൽ മാത്രമേ ഈ ഇന്ധനം ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ പറയുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന ടാങ്കറുകളുടെ ചാർജിൽ ഇരട്ടി വർധനവുണ്ടായി എന്നാണ് ഇന്നത്തെ വാർത്ത പറയുന്നത്. സ്വാഭാവികമായി ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചാൽ അത് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ചൈനയിൽ 6 മാസത്തോളം അവർക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ ശേഖരിക്കാൻ സൗകര്യമുണ്ടെന്നിരിക്കെ ഒരുപക്ഷെ യുദ്ധം 1 മാസത്തിന് മുകളിലേക്ക് പോയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. ചുരുക്കത്തിൽ ഇറാനെതിരായി അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിയതമായ ചില ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അത് ഇന്ത്യക്കാരായ പ്രവാസികളെ വലിയ പ്രതിസന്ധിയിലെത്തിക്കും. ഇന്ത്യക്ക് ലഭിക്കേണ്ട ക്രൂഡ് ഓയിലിന് ക്ഷാമമുണ്ടായാൽ അത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന ഉണ്ടാകും. വലിയ തരത്തിലുള്ള സാമ്പത്തിക ആഘാതം ഇന്ത്യക്കാരിലും മറ്റാളുകളിലും ഉണ്ടാക്കുന്ന ഈ സംഭവം ആർക്കു വേണ്ടിയായിരുന്നു എന്നാലോചിക്കുമ്പോഴാണ് ലോക രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ചുരുക്കം ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൻ്റെ പേരിലാണ് ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം.